വന്നു നിന്ന താറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവൻ്റെ ഒത്ത ശരീരവും അതിനൊത്ത ഉയരവും വെളുത്ത നിറവും സൗന്ദര്യത്തെ എടുത്തുകാട്ടി. അവൻ്റെ നെഞ്ചിലെ പോലീസ് ബാഡ്ജിൽ അഗ്നിദേവ് IPS എന്നെഴുതിയിരുന്നു. സാറാരാ? മനസ്സിലായില്ല. ഭാസ്കരേട്ടനെ മനസ്സിലായില്ല? ഞാൻ അഗ്നിയാ. അഗ്നി കുഞ്ഞായിരുന്നോ? പെട്ടെന്ന് എനിക്ക് യൂണിഫോമിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. തിരുമേനി പൂജാകർമ്മങ്ങളില്ല. കുഞ്ഞു വന്ന് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോയി കണ്ടിട്ട് വരാം. തിരുമേനി, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അഗ്നി, അകത്തേക്ക് വാടോ. പ്രശസ്തനായ യുവ IPS ഓഫീസുകാരൻ അഗ്നിദേവ് IPS എന്നോട് അനുവാദം ചോദിക്കേ. നിനക്ക് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞു. തുറന്നു പറയാൻ മടിക്കണ്ട കുട്ടി, പറഞ്ഞോളൂ. വലിയ ബുദ്ധിമുട്ടല്ലേ തിരുമേനി? അത് പിന്നെ കുട്ടി, ഒന്ന് വെളിച്ചത്തേക്ക് നീങ്ങിയിരിക്കുക. എനിക്ക് തൻ്റെ മുഖം വ്യക്തമാവുന്നില്ല. അത് കേട്ടതും അഗ്നി വെളിച്ചത്തേക്ക് മാറിയിരുന്നു. അഗ്നിയുടെ മുഖം കണ്ടപ്പോൾ തിരുമേനിയുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. തിരുമേനി ഇപ്പം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നീ വന്നുവല്ലേ? അവളും വന്നിരുന്നു എൻ്റെ അടുത്ത്. തിരുമേനി അങ്ങ് എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എല്ലാം അറിയേണ്ട സമയമായിരിക്കുന്നു. നിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് കാരണം അവൾ ഒറ്റൊരാൾ മാത്രമാണ്. തിരുമേനി, ആരാ അത്? അവൾ സാക്ഷി, ഇന്ദ്രസാക്ഷി. സാക്ഷി? അതെ, ഇന്ദ്രസാക്ഷി. ഈ ജന്മത്തിൽ അവൾ സാക്ഷി. നിന്റെ ഉറക്കത്തിലെ തെളിച്ചമില്ലാത്ത മുഖത്തിൻ്റെ ഉടമ. പക്ഷെ തിരുമേനി, അവളെൻ്റെ ആരാ? ഞാനെന്തിനാ അവളെ സ്വപ്നം കാണുന്നത്? ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ടാകും, എനിക്കറിയാം. പക്ഷേ അതിനുള്ള ഉത്തരങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. കഴിഞ്ഞ ജന്മത്തിലെ നിന്റെ പാതിയായിരുന്നു അവൾ. നിങ്ങളുടെ തിരുമേനി, ഒരു മിനിറ്റ്. ഹലോ, എന്താടാ? നിന്റെ പൊന്നുമോനെ, എവിടെയായിരുന്നു നീ? പെട്ടെന്ന് ഹൈവേയിലേക്ക് പോരാ, ആക്സിഡൻ്റ് ഉണ്ട്. ആക്സിഡൻറ്റോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ആക്സിഡൻറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ല കുട്ടി, 2 ആത്മാക്കൾ പരലോകം പ്രാപിച്ചു കഴിഞ്ഞു. അതെങ്ങനെ പറയാൻ സാധിക്കും? ഈ ആത്മാക്കൾ എന്നുള്ളത് നമ്മളിൽ നിന്നും വേറിട്ട ഒരു ഊർജമാണ്. അതിൻ്റെ വ്യതിചലനവും സാന്നിധ്യവും മനസ്സിലാക്കിയാൽ അത് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? പോയി വരൂ കുട്ടി. എൻ്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും ഒന്ന് കെട്ടി എഴുന്നള്ളിയല്ലോ സാറ്. എടാ ശ്രീ, അത് പിന്നെ എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേടാ, അല്ലേ ഞാൻ താമസിക്കുമോ? ഓ ആയിക്കോട്ടെ. അല്ലടാ, ഈ കേസ് എന്തായി? അതിൻ്റെ കാര്യം കൂടെ പറയാൻ ഞാൻ വന്നത്. ഒരു ഇന്നോവയാണ് ആക്സിഡൻ്റ് ആയത്. 2 പേരായിരുന്നു അതിനകത്തുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ. ഏകദേശം ഒരു 55-58 ഇടയ്ക്ക് പ്രായം. നമുക്ക് കിട്ടുമ്പോൾ 2 ബോഡിയും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. തെളിവെടുക്കാൻ പോലും ഒന്നും ബാക്കിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. വാട്ട്? അപ്പോൾ നൈറ്റിലെ ആക്സിഡൻ്റ് ആയോ? എന്നിട്ട് എന്തായാലും അറിയാഞ്ഞത്? ഓക്കെ, ശരി. ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോ? ആടാ, ഡീറ്റെയിൽസ് എടുത്തു. വൺ മിസ്റ്റർ ശ്രീധർ മേനോൻ ആൻഡ് ഹിസ് വൈഫ് ദ്രൗപദി ശ്രീധർ മേനോൻ. ഇവരുടെ ശരിക്കുള്ള സ്ഥലം പൂവാറാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫേമസ് ഡാൻസർ സാക്ഷി ശ്രീധർ മേനോൻ്റെ അച്ഛനമ്മയാണ് ഇവർ. എടാ, ഡാൻസറിൻ്റെ പേരെന്താണെന്ന് നീ പറഞ്ഞേ? എടാ, നിനക്കറിയില്ലേ സാക്ഷി ശ്രീധർ മേനോൻ? ഇനി ഈ സാക്ഷി ആയിരിക്കുമോ തിരുമേനി പറഞ്ഞ ആ സാക്ഷി? അഗ്നിയുടെ എന്തുവാടാ ആലോചിക്കുന്നത്? അതൊന്നുമില്ലടാ. അവരുടെ വീട്ടിൽ ബോഡി കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞേ? നമ്മുടെ ഓഫീസേഴ്സ് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, നീയും കൂടെ വന്നിട്ട് ഞാൻ പോവാതിരിക്കുമായിരുന്നു. അതിനാണ് ഞാൻ എന്നോട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത്. എന്നാ ബാ, പെട്ടെന്ന് ഇറങ്ങാം. അങ്ങനെ അഗ്നിയും ശ്രീയും യാത്ര തിരിച്ചു. അവരുടെ യാത്ര അവസാനിച്ചത് ഒരു വലിയ തറവാടിന് മുന്നിലായിരുന്നു. പ്രകൃതി ഒരു കുളിർമഴയുടെ രൂപത്തിൽ ആ വീടിനെ മൂടിയെങ്കിലും
അതിനുള്ളിലുള്ളവരുടെ ഹൃദയങ്ങൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. അഗ്നിയും ശ്രീയും വീടിനുള്ളിലേക്ക് നടന്നു. ധാരാളം കരയുന്ന മുഖങ്ങൾ അവരവിടെ കണ്ടെങ്കിലും അഗ്നിയുടെ കണ്ണുകൾ ചെന്നു നിന്നത് പ്രത്യേകിച്ചൊരു ഭാവവുമില്ലാതെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിലേക്കായിരുന്നു. അവളെ കാണുന്തോറും എന്തൊക്കെയോ തൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതായി അഗ്നിക്ക് തോന്നി. തിരുമേനി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ സ്വപ്നത്തിൽ വരുന്ന സാക്ഷി. എടാ ഇതോ നോക്കിയേ, ആ പച്ച ചുരിദാർ, അതാണ് ഞാൻ പറഞ്ഞ സാക്ഷി ശ്രീധർ മേനോൻ. ആരാ നിങ്ങൾ? മനസ്സിലായില്ല. ആർ യു മിസ് സാക്ഷി? അതെ, ഞാനാണ് സാക്ഷി. നിങ്ങളാരാ? നിങ്ങളുടെ പാരൻസിൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഞങ്ങളാണ്. ഐ ആം അഗ്നിദേവ് IPS ആൻഡ് ഹീ ഈസ് ശ്രാവൺ IPS. വരൂ, അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം. വീടിനുള്ളിലെ വിശാലമായ ഹാളിലേക്കായിരുന്നു അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത്. അച്ഛൻ്റെ അമ്മയുടെയും കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അതിനിതൊരു മർഡർ കേസല്ലല്ലോ, ജസ്റ്റ് ആക്സിഡൻ്റ് അല്ലേ? മിസ് സാക്ഷി, ഇത് ഒരു ആക്സിഡൻ്റ് ആണ്, ബട്ട് അത് ഒരു ഒറിജിനൽ ആക്സിഡൻ്റ് അല്ല. ആരോ നിങ്ങളുടെ പാരൻസിനെ കൊല്ലാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരെണ്ണമാണ്. അതിന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ കേസ് അന്വേഷിക്കണമെന്ന്. ഇതെന്താ ഇങ്ങനെ? മിസ് സാക്ഷി, ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ അറിയണ്ട എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മരിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിലെ 2 പൗരന്മാരാണ്, അതും ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ. ഇവർ സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്നവരും. ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. ഉന്നത പദവിയിലിരിക്കുന്നവർ ഈ ജനങ്ങളുടെ മൊത്തവും കണ്ണി പൊടിയിട്ടിട്ട് അവരെല്ലാം പറ്റിച്ചിട്ട് ആ ഉന്നത പദവിയിലിരിക്കുന്നതുകൊണ്ട് അങ്ങർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? നാട്ടുകാർക്ക് മാത്രമാണ് അയാളൊരു നല്ല മനുഷ്യൻ. പുറമേയുള്ള ആ മനുഷ്യത്തൊലി ഊരിയെറിയുമ്പോൾ അകത്തുള്ള ആ ചെന്നായയുടെ രൂപം കണ്ടത് ഞങ്ങൾ മാത്രമാണ്. ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചത്തുപോയത് കാര്യമായി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ കൊന്നേനെ. സ്വന്തം അച്ഛനെക്കുറിച്ച് തന്നെയല്ലേ സാക്ഷി പറയുന്നത്? അച്ഛൻ, ആ സ്ഥാനം അയാൾ അർഹിക്കുന്നില്ല. സ്വയം അല്ലാതെ അയാൾ ഒറ്റ മനുഷ്യനെ പോലും ഇന്നേ വരെ സ്നേഹിച്ചിട്ടില്ല. മോളെ സാക്ഷി, നീ അകത്തേക്ക് ചെല്ല്. ഹായ് സർ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശങ്കർ മേനോൻ, സാക്ഷിയുടെ അച്ഛൻ്റെ അനിയനാണ്. അല്ല, ആ കുട്ടി എന്താ ശ്രീധർ സാറിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അവൾ പറഞ്ഞൊക്കെ സത്യമാണ് സർ. എൻ്റെ ഏട്ടൻ ഒരു നല്ല മനുഷ്യനാകുന്നത് നാട്ടുകാരുടെ മുമ്പിൽ മാത്രമായിരുന്നു. അയാളുടെ തനിരൂപം അറിയുന്നത് ആകെ വീട്ടുകാർക്ക് മാത്രം. പേരിന് മാത്രമായിരുന്നു അവർ അവൾക്ക് അച്ഛനും അമ്മയും, അല്ലാതെ അവരവൾക്ക് ഒരു സ്നേഹവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൾ ഞങ്ങളെയാണ് അവരുടെ സ്ഥാനത്ത് കാണുന്നത്. ഈ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഏട്ടനും ഏട്ടത്തെയും സാക്ഷിയും ഞാനും എൻ്റെ ഭാര്യയും മകനുമായിരുന്നു. ഇപ്പോൾ അവനില്ല. നിങ്ങളുടെ മകനെന്താ പറ്റിയേ? ചത്തുപോയി. ദേവി, നീ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ മനസ്സിലവൻ എന്നെ മരിച്ചതായിട്ടാ. ശരിക്കും നിങ്ങളുടെ മകനെന്താ പറ്റിയത്? എനിക്കറിഞ്ഞോടാ. ചത്തോ ജീവിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പെൺപിള്ളേരോട് ചെറ്റത്തരം കാണിക്കുമ്പോൾ നോക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞേ. എന്നിട്ട് നിങ്ങളവനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? കാണാൻ താല്പര്യമില്ലാത്തവരെ കുറിച്ച് നമ്മൾ എന്തിനാ സാർ അന്വേഷിക്കുന്നത്? താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ സർ. ഇനി ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കുറേ വിവരങ്ങൾ അറിയാനുണ്ട്. കേസിൻ്റെ ആവശ്യത്തിന് ഇനിയും വരുമ്പോൾ ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനെന്താ സർ, തീർച്ചയായും. ഏഴേച്ചൻ അപ്പോൾ ഒന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനുള്ളതെല്ലാം പറയുമായിരുന്നു. അത് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വന്ന് തടഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ അവരോട് ഇപ്പോഴേ പറഞ്ഞാലേ നമ്മളും കൂടെ പോയി കുടുങ്ങും. അതും ശരിയാ, എല്ലാത്തിനും സമയമുണ്ടെന്നല്ലേ. അപ്പോൾ പറയാം.
സാക്ഷി സാക്ഷി, ഉഫ്, എന്താ നിനക്ക് വേണ്ടേ? നീ എന്താ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോവാത്തെ? നിന്നെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞത് തന്നെ നിൻ്റെ രൂപം. നീ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ആരാന്നുള്ളത് അറിഞ്ഞിട്ടല്ല, ഈ ജന്മത്തിലും നീയായിരിക്കും എൻ്റെ പാതി, ഈ അഗ്നിദേവിൻ്റെ പാതി.